ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്, അതുകൊണ്ടാട്ടോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒരൊറ്റ ദിവസത്തെ വീഡിയോ എന്നല്ല, ഞാനൊരു 1 വീക്ക് കൊണ്ടുള്ള എൻ്റെ ഫോണിൽ കിടന്ന കുറച്ച് ക്ലിപ്സ് എല്ലാം കൂടെ ചേർത്ത് ഞാനൊരൊറ്റ വീഡിയോ ആക്കിയതാണ്. പിന്നെ ഈ പ്രഗ്നൻസി പോകുന്നതിന് മുമ്പ് എനിക്ക് യാതൊരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. ബിഫോർ ഡെലിവറി, ആഫ്റ്റർ ഡെലിവറി ഇങ്ങനെ വ്ളോഗൊക്കെ എടുക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനത്തെ യാതൊരു പ്ലാനിങ്ങും ഇല്ല. കാരണം ആ സമയത്ത് നമുക്കങ്ങനെ എടുക്കാനും പറ്റത്തില്ല, ആ ഒരു ടെൻഷൻ്റെയും പ്രഷറിൻ്റെയും സമയത്തൊന്നും. ഇത് ഞാനിങ്ങനെ റൂമിലിട്ട് വരുന്ന സമയത്ത് വിനീതാട്ട എനിക്ക് ആ ഒരു വീഡിയോ എടുത്ത് തന്നതാണ്, നീ ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്കതെന്തോ പോസ്റ്റ് ചെയ്യണം തോന്നി, അത്രയേ ഉള്ളൂ. ഇത്തവണത്തെ ഡെലിവറി എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഫസ്റ്റ് ഡെലിവറിക്ക് വിനീതാട്ടം കൂടെ ഇല്ലായിരുന്നു, ആ ഒരു വിഷമമുണ്ട്. ഇത്തവണ ആയപ്പോൾ വിനീതാട്ടം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ഇറങ്ങുന്നത് വരെ എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെയായിരുന്നു. പിന്നെ പെട്ടെന്നാട്ടോ ഡെലിവറി പെയിൻ വന്നു പോയത്. പക്ഷേ ഇത് പെയിനാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഫസ്റ്റും സി സെക്ഷൻ ആയിരുന്നു. സെക്കൻഡ് ഇങ്ങനെ പെയിൻ വന്ന് പോവേണ്ടി വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്ത് വെച്ച ബാഗൊന്നും ഇല്ലാതെയാണ് ഞാൻ പോയത്. പിന്നെയാണ് അമ്മ അത് എത്തിച്ചതും. പിന്നെ ഞാൻ കുഞ്ഞിന് വേണ്ടി നേരത്തെ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലായിരുന്നു, 12 മണിക്കൊക്കെ ആയിരുന്നു ഡെലിവറി. ആ സമയത്ത് കുഞ്ഞിന് വേണ്ടതെല്ലാം, എനിക്കും കുഞ്ഞിന് വേണ്ടതെല്ലാം ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കുഞ്ഞിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞിനെ ഞങ്ങൾക്ക് അന്ന് പിറ്റേ ദിവസം കേട്ടോ എൻ്റെ കയ്യിൽ, ഞങ്ങൾക്ക് റൂം കിട്ടാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പിറ്റേ ദിവസം കേട്ടോ ഞങ്ങൾക്ക് കയ്യിൽ കിട്ടിയതിന്. പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരു മോനും ഒരു മോളുമായി. അങ്ങനെ 4 ദിവസം കൊണ്ട് തന്നെ ഞാൻ റിക്കവറായി വീട്ടിൽ ഡിസ്ചാർജ് ആയി എത്തി കേട്ടോ. വീട്ടിലെത്തി ഒരു ദിവസം കഴിഞ്ഞ് തന്നെ ഞങ്ങൾക്ക് വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോവേണ്ടി വന്നു. കാരണം കുഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം എന്തെങ്കിലും ഇൻഫെക്ഷനോ കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവന് വീണ്ടും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വരുന്ന വഴിയിൽ ഒരു ഊഞ്ഞാൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ഈ പ്രസവമൊക്കെ കഴിയുമ്പോഴത്തേനും 3 മാസം അമ്മമാരുടെ വീട്ടിൽ നിൽക്കണമെന്നാണല്ലോ. പക്ഷേ ഞാൻ ഇത്തവണ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. കാരണം നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവാം എന്നൊക്കെ പ്ലാനിലായിരുന്നു. പക്ഷെ അത് മാറ്റി. പക്ഷെ എന്നാലും പോകണമെന്നുള്ള രീതിയിലാട്ടോ ഞാൻ ഉറച്ച് നിന്നത്. അപ്പോൾ ഒരു ഊഞ്ഞാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ മോനെ ഇപ്പോഴേ ഒന്ന് കിടത്തി കഴിഞ്ഞ് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ എനിക്കും എളുപ്പമാണ്. കാരണം മോളുണ്ട്, മോളെ നോക്കണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഒരു ഊഞ്ഞാലൊക്കെ വാങ്ങി വീട്ടിൽ വന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ പൊക്കിൾക്കൊടി വീഴുമ്പോഴാണല്ലോ കുഞ്ഞിനെ കുളിപ്പിച്ചൊക്കെ തുടങ്ങുന്നത്. ഏട്ടൻ്റെ അമ്മയായിരുന്നു ആദ്യത്തെ ദിവസം കുളിപ്പിച്ചത് തന്നെ. പിന്നെ ഈ കരി എഴുതി പൊട്ട് തൊടാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ആൺകുട്ടിയായതുകൊണ്ട് അങ്ങനെ കരി എഴുതി പൊട്ട് തൊടണോ വേണ്ട എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു ഒരു ദിവസം ഞാൻ എഴുതിയുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ എഴുതിയില്ല. ചെറുതായിട്ട് ലൈറ്റായിട്ട് ഈ കവിളിൽ കുത്ത് മാത്രം ഇട്ട് കൊടുക്കും. അങ്ങനെ വീട്ടിലെത്തി കുറേ നാളത്തെ റെസ്റ്റിന് ശേഷം, അതായത് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കേട്ടോ നമ്മുടെ പ്രസവരക്ഷ, നമ്മുടെ ഈ ആയുർവേദത്തിൻ്റെ ആ ഒരു രക്ഷയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ നോക്കി കേട്ടോ. ഇപ്പോൾ ഈ ഓൺലൈനിൽ തന്നെ പല പല സ്ഥലത്തൊക്കെ ഇങ്ങനെ പ്രസവരക്ഷ ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നോക്കി. പക്ഷേ അത് വേണ്ട, ഞാൻ വിചാരിച്ചു പിന്നെ അമ്മ മതി എന്ന് പറഞ്ഞു. പക്ഷേ അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു കാര്യങ്ങൾ. കാരണം ഫോൺ നോക്കിക്കൂടാ, മേക്കപ്പ് ചെയ്യാൻ പാടില്ല, കമ്മലൊന്നും ഇടാൻ പാടില്ല, ഇങ്ങനെ ഒരുങ്ങാതെ തന്നെ ഇരിക്കണം, പിരികം ഇങ്ങനെ എഴുതണം, കണ്ണെഴുതണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ടാണ് പ്രസവരക്ഷ എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ പേടിച്ചത് ഈ വേദ് പൊടിയൊക്കെയാണല്ലോ, ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുളിക്കുന്നതൊക്കെ. അപ്പോൾ അത് അമ്മ പറഞ്ഞു ഇങ്ങനെ ചടങ്ങായിട്ട് തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ തന്നെയായിരുന്നു ഈ ചടങ്ങെല്ലാം ഇങ്ങനെ തുടങ്ങി വെച്ചത് തന്നെ. അങ്ങനെ നല്ലൊരു സമയമെല്ലാം നോക്കി ഏട്ടൻ തന്നെയാണ് ഈ വേദകലമെല്ലാം വെച്ചത്. അപ്പോൾ അതിൻ്റെ ഈ ആയുർവേദ കൂട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു കിഴിയായിട്ട് കിട്ടി ഇടണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്മയും ഏട്ടൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അതിൻ്റെ ആ ഒരു സമയം നോക്കി നല്ല രീതിയിൽ തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടനെ കൊണ്ടേനെ വേദകലമൊക്കെ വെപ്പിച്ചു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നിയത് ഫുഡായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം സി സെക്ഷനും കൂടെ കഴിഞ്ഞിട്ട് എല്ലാ ഫുഡും കഴിക്കാനും പറ്റില്ല. അതിന് കഴിക്കാൻ പറ്റുന്ന പ്രത്യേക ഫുഡുണ്ട്, അപ്പോൾ അതൊക്കെ മാത്രമേ കഴിക്കാവൂ. 3 മാസം കഴിഞ്ഞ് എല്ലാം പതുക്കെ കഴിച്ച് തുടങ്ങാമെന്നൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടറെല്ലാം ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കണം, 3 മാസം വരെ ഒന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഗ്യാസ് കയറാതൊക്കെ നോക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ പച്ചില മരുന്നും കുഴമ്പും അതൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ പാട്.
അങ്ങനെ 15 ദിവസത്തെ പ്രസവരക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അമ്മ തന്നെയാണ് എല്ലാം ചെയ്തു തന്നതും ആയുർവേദവും എല്ലാം അതിൻ്റെ പച്ചിലമരുന്നും കൂട്ട് എല്ലാം അരയ്ക്കുന്നതും ആ സമയത്തിന് വേത് കുളിപ്പിക്കുന്നതെല്ലാം അമ്മ തന്നെയായിരുന്നു. എനിക്ക് നിർബന്ധമായിരുന്നു അമ്മ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് തന്നെ നമ്മുടെ പ്രസവരക്ഷ ആയുർവേദത്തിൻ്റെ ആ രക്ഷയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഫുഡും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7 മണിയാകുമ്പോൾ തന്നെ ഫുഡ് കഴിക്കണം, ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനിടയിൽ മോളെ റെഡിയാക്കി ഞാൻ നിർത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ മോളെ ഞാൻ റെഡിയാക്കി നിൽക്കുമ്പോൾ അമ്മ ഫുഡെല്ലാം കൊടുത്ത് അവൾക്ക് കൊണ്ടുള്ള ലഞ്ചെല്ലാം തയ്യാറാക്കി വെക്കും, ഏട്ടൻ ഡ്രോപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കിട്ടുന്ന ആ ഒരു അരമണിക്കൂറിൽ ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചുവിൻ്റെ കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ച് സെറ്റ് ചെയ്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകുമ്പോൾ ഏട്ടൻ വന്ന് ഇങ്ങനെ കൂട്ടിരിക്കുമായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഫുഡും മരുന്നും എല്ലാം മരുന്നുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 1 വർഷമെങ്കിലും നമുക്കിപ്പോൾ എനിക്ക് അയഡിൻ്റെ കുറവുള്ളതുകൊണ്ട് എന്തോ കാൽഷ്യം അയഡിൻ അങ്ങനത്തെ കുറച്ച് മരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഇപ്പോൾ അതിന് വൈറ്റമിൻ്റെ മരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ കഴിക്കുന്ന മസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യ സമയത്ത് ഇങ്ങനത്തെ മരുന്നൊന്നും ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇത്തവണ അത് കഴിക്കണമെന്ന് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. എൻ്റെ ഒരു തിരക്ക് കഴിയുമ്പോൾ തന്നെ ഏട്ടനും റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഏട്ടനും പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുമല്ലോ. പിന്നെ വേദുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ കഷായവും പച്ചിലമരുന്നും കുഴമ്പൊക്കെ കാണുമല്ലോ. അതെല്ലാം കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇരിക്കും. പക്ഷെ ഒട്ടും സമയം പോകത്തില്ല. ഓരോ ദിവസവും ഞാൻ എങ്ങനെ ഉറങ്ങി തീർക്കും എന്നുള്ള രീതിയിലാണ്. ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ പകുതിയും പെട്ടെന്ന് സമയം പോട്ടെ. കാരണം കുഞ്ഞു ദിവസം സ്കൂൾ വിട്ട് വരുന്ന സമയമാണ്. പിന്നെ ഇവൻ്റെ പുറകെ മോളെ പുറകെ ഓടുമ്പോൾ തന്നെ പെട്ടെന്ന് രാത്രി ആവുന്നത് അറിയത്തില്ല. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നീക്കി കൊണ്ടാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.